ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു വൈകുന്നേരം ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര തിരക്കിലാണ്, നല്ല തിരക്കിട്ട പണിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ സാധാരണയൊക്കെ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീനൊക്കെയല്ല നമ്മൾ അപ്ലോഡ് ചെയ്യാറ്, പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഒന്ന് വൈകുന്നേരം ചായക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അടയാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു അടയാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു വീഡിയോ കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും ഒന്നും ചായക്ക് അങ്ങനെ ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളുണ്ടെങ്കിൽ ഉണ്ടാക്കും, പിന്നെ അതല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ കടയിൽ നിന്ന് മേടിക്കും. മിക്ക ദിവസം കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല, പരമാവധി നമ്മളത് ഒഴിവാക്കാറാണ് കേട്ടോ പതിവ്. ഇന്ന് ഞാൻ 2 സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെറിയൊരു അട ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. തുടക്കം മുതലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മുടെ പണിയൊക്കെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് ഒരു വീഡിയോ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു വീഡിയോ എടുക്കലാണ് കേട്ടോ ഇത്. പിന്നെ സ്നാക്സിൻ്റെ ഒരു പരിപാടി മാത്രമല്ല, നമുക്ക് ചായയും കടിയും വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് രാത്രിക്കത്തേക്ക് ചോറൊക്കെ വെക്കണം കേട്ടോ. അന്ന് ഉച്ചക്കത്തേക്ക് ചോറൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. തലേദിവസത്തെ ചോറും കറികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ തിളപ്പിച്ച് വാർത്തു. പിന്നെ ഞാനും ഉമ്മച്ചി കൊച്ചും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തേക്ക് ചോറും കറികളും എല്ലാം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് നേരത്തെ അങ്ങ് തുടങ്ങി. അപ്പോൾ നമുക്ക് സ്നാക്സും ഒക്കെ ഉണ്ടാക്കാം. അത് കഴിയുമ്പോൾ തന്നെ ചോറും കറികളും അതും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അത് ഇതിൻ്റെ അകത്താണ് കേട്ടോ ഞാൻ അട ഉണ്ടാക്കി എടുക്കുന്നത്. നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കിട്ടും, പിന്നെ അതേപോലെ തന്നെ സമോസയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും, പിന്നെ നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലും. 3 ഷേപ്പാണ് കേട്ടോ ഇതിലുള്ളത്. ഞാൻ നേരത്തെ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ മീഷോയ്ക്കകത്തുനിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതായിരുന്നു. നല്ല ഇതാണ് കേട്ടോ. എനിക്കെപ്പോഴും നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് പ്രസ്സിലൊക്കെ ഒന്ന് പരത്തിങ്ങാണ്ട് ഒരു ഷേപ്പൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അടേനേക്കായും നല്ലൊരു ഷേപ്പിലൊക്കെ അട ഉണ്ടാക്കിയെടുക്കുമ്പോൾ മക്കൾക്ക് അതൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഷേപ്പ് മാറ്റി ഞാൻ ഉണ്ടാക്കാറുണ്ട്. കൂടുതലും അടയുടെ ഒരു ഷേപ്പ് തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ റൗണ്ടും പിന്നെ സമൂസയുടെ നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഷേപ്പാണ് കേട്ടോ റൗണ്ടിൽ വരുന്നത്. പിന്നെ സമൂസയുടെ ആ ഒരു ഷേപ്പ് വന്നുണ്ട് കേട്ടോ. റിഷ്മോൻ വൈകുന്നേരം സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു തന്നെ ചായക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് സമൂസയുടെ ഷേപ്പ് മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്നും ഇതിലല്ലേ ഉണ്ടാക്കാറ്, അപ്പം ഇന്ന് എനിക്ക് സമൂസയുടെ ഷേപ്പ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് 3ലും കുറേശ്ശെ വെച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ 3ഉം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഷേപ്പൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഭയങ്കര മക്കൾക്കും തന്നെ അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 3ലും കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് 3ഉം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അട ഉണ്ടാക്കണ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം, എന്നിട്ട് നമുക്ക് വൈകുന്നേരത്തെ പണികളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാവ് എടുത്തുകൊണ്ട് ഒന്ന് കുഴിക്കുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ്നെസ്സിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓയിലാക്കിങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ്സിൽ പരത്തിയെടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഓയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓയിൽ തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ബോൾ എടുത്ത് കണ്ട് നേരെ അതിനകത്ത് വെച്ചെങ്ങാണ്ട് ഒന്ന് പരത്തിയെടുത്താൽ മതിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഓയിലും കൂടി ആക്കിയിട്ടൊന്ന് കുഴിച്ചെടുത്തത്. അങ്ങനെ ഇത് അട ഉണ്ടാക്കി ഒരു വിധമൊക്കെ തീരാറായിട്ടോ. ഞാൻ 3 ഷേപ്പിലും അട ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുഴുവനും അട 3 ഷേപ്പിലും കുറേശ്ശെ ആക്കി ഉണ്ടാക്കിയെടുത്തു കേട്ടോ.
എല്ലാ ഷേപ്പിലും ഒരു 4-5 എണ്ണം വെച്ചാണ് ഞാൻ ചെയ്തെടുത്തത്. പിന്നെ അത് വേവാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച ഒരു സമയം തന്നെ നമുക്ക് ഉള്ളിവടയ്ക്ക് വേണ്ട ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയിലയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. നമുക്ക് മറ്റേ മല്ലിയില ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ടും കുത്തുണ്ടാകില്ല കേട്ടോ. നല്ല ചെറിയൊരു ചൊവയുണ്ടാകും, പിന്നെ ഭയങ്കരമായിട്ടും ഒരു ഓവർ കുത്തുണ്ടാകില്ല. മറ്റേ സാധാ മല്ലിയിലയ്ക്ക് നമുക്ക് ഒരു ഇച്ചിരി കുത്തുണ്ടാകുമല്ലോ, ഇതിനകുമ്പോൾ അതുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചൊവയാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ 2 തണ്ട് ഇതും കൂടി എടുത്തിട്ടുണ്ട്, മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. അങ്ങനെ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അട വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ, കുറച്ച് കട്ടൻ ചായയും കൂടെ വെച്ചു കേട്ടോ. ചായയും തിളച്ചു തുടങ്ങി. അങ്ങനെ ചായയും തിളപ്പിച്ച് ഇറക്കി വെച്ചു, അടയും ഉണ്ടാക്കി അതും ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ഉള്ളിവട പൊരിക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. കുഞ്ഞി ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, ഒരു 5-6 ഉണ്ടാക്കാനല്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയ ചട്ടി വെച്ചതാണ്. പിന്നെ പാം ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഇതൊന്ന് ചൂടാവണം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ചായക്ക് കടി മാത്രം ഉണ്ടാക്കാനുള്ളൂ. നമുക്ക് ചോറും കറിയൊക്കെ ഉച്ചക്കത്തേക്ക് വെച്ചത് തന്നെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം അടുപ്പൊന്നും കത്തിക്കാറില്ല. ചായയും കടിയും സ്റ്റൗവിൽ തന്നെ ചെയ്തെടുക്കും കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ ചോറും കറിയും വെക്കണം. അപ്പോൾ ഏതായാലും തീ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ തീ കത്തിച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീ ഉണ്ടായിരുന്നു. പക്ഷേ എണ്ണ ചൂടായി എന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തെ ഉള്ളിവട പരത്തിയും കണ്ട് ഇട്ടു കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എണ്ണയ്ക്ക് ചൂട് കുറവായിരുന്നു. അങ്ങനെ 2-3 പിറകും കൂടെ വെച്ചു. അപ്പോൾ ആദ്യത്തെ ഉള്ളിവട ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് ഞാനൊരു പ്ലേറ്റിൽ 2-3 ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തുകൊണ്ട് ഇനി അതിലേക്ക് കോരിയെടുക്കാനാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഉള്ളിവട പൊരിച്ചു കോരുന്ന ഒരു സമയത്ത് മക്കൾ 2 പേരും അടുത്ത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാനൊന്നും ഉണ്ടായില്ല. അവർ നേരിട്ട് തന്നെ പാത്രത്തിലേക്ക് മേടിച്ചുകൊണ്ട് പോയിട്ടോ. ഇനി അവർ ചൂടാറ്റിങ്ങാണ്ട് അവർ തന്നെ കഴിച്ചോളും. അങ്ങനെ രണ്ടാമത്തെ ഉള്ളിവട പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരത്തിയിട്ടും അങ്ങോട്ട് റൗണ്ട് ഷേപ്പൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ കിട്ടിയ ഷേപ്പിൽ തന്നെ എടുത്തങ്ങാണ്ട് എണ്ണയിലേക്ക് ഇടണയാണ് കേട്ടോ. ഇതിപ്പോൾ ഏതൊരു പണിയാണെങ്കിലും എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ തോന്നും. ഇതിപ്പോൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് റൗണ്ടൊന്നും കിട്ടണില്ല കേട്ടോ. സ്ക്വയറായിട്ടും ചതുരായിട്ടും ഒക്കെ പോവുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ വിശപ്പ് മാറാൻ ആഹാരം മതിയല്ലോ. അതിപ്പോൾ ഷേപ്പ് എന്തായാലും കുഴപ്പമില്ലല്ലോ, അത് വിചാരിച്ച് അങ്ങോട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം പരത്തുന്ന സമയത്തും കൈ വെള്ളത്തിൽ മുക്കണ കാരണം മാവ് കുറച്ചും കൂടെ ലൂസായിട്ട് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെയും നമ്മുടെ മാവിന് കുറച്ച് തിക്കാക്കി എടുത്തു കേട്ടോ. അങ്ങനെ ചായയുടെ കടി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അരി ഇടാൻ വേണ്ടിയിട്ട് കഞ്ഞിക്കലത്തിൽ വെള്ളം അടുപ്പത്തേക്ക് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിക്കൽ കഴിഞ്ഞങ്ങാണ്ട് അരി അടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ ചായയൊക്കെ കുടിച്ചതും ഉണ്ടാക്കിയതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ മീനാണ് കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്നത്. ഉച്ചയ്ക്കായിരുന്നു കേട്ടോ മീൻ കൊണ്ടുവന്നത്. അപ്പോൾ അന്നേരം 2 കഷ്ണം എടുത്തുങ്ങാണ്ട് പൊരിച്ചു. പിന്നെ ചൂരയായിരുന്നു കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ നന്നാക്കണ വീഡിയോയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം 12 മണിയൊക്കെ കഴിഞ്ഞ പിന്നെ ഞാനിട്ട് മീൻ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അധികം സമയം വേണമല്ലോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് നന്നാക്കി വെച്ചു കേട്ടോ. അങ്ങനെ മീനൊക്കെ കഴുകി വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തു. കഞ്ഞി അതിൻ്റെ ഇടയിൽ ഞാൻ കഞ്ഞി വാർത്തു കേട്ടോ. കഞ്ഞി വാർക്കൽ കഴിഞ്ഞ് മീൻ കറി വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിപ്പോൾ ചട്ടി ചൂടായി തുടങ്ങി കേട്ടോ. മീൻ കറിയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, മീൻ കറി പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ കറി ആയിട്ടോ. ഇതിനൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ മുളക് ചാറാണെന്ന് തോന്നുള്ളൂ, പക്ഷേ എങ്കിലും കുറച്ച് തേങ്ങ ചെറിയൊരു കുറുറുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻ കറിയിൽ ഒരിക്കലും മല്ലിപ്പൊടി ഇടാറില്ല ഞാൻ. മുളക് പൊടിയും അതുപോലെ തന്നെ ഫിഷ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുകയാണെങ്കിൽ വെറും 2 സ്പൂണുള്ളൂ കേട്ടോ. ചെറിയ സ്പൂണിൽ 2 സ്പൂൺ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നേരെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ കിടന്നെങ്ങാണ്ട് മീൻ വെന്തോളും. അപ്പോൾ തേങ്ങയുടെ ഒരു രുചിയൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. കുറച്ച് തേങ്ങ അരയ്ക്കുമ്പോൾ ശരിക്കും മുളക് ചാറ് ഇരിക്കും പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ മീനെ തിളയ്ക്കണ ഒരു സമയത്ത് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഒരു അരപ്പ് കിടന്നിട്ടാണ് കേട്ടോ നമ്മൾ മീൻ വെന്ത് കിട്ടുന്നത്. അങ്ങനെ അതേ ഏകദേശം വെള്ളമൊക്കെ പറ്റി മീൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മീൻ ഇനി അടുപ്പത്തേക്ക് ഇറക്കി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഫുഡൊക്കെ റെഡിയാകും. അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തതും പിന്നെ അതുപോലെ തന്നെ ബീൻസൊക്കെ അരിയണ സമയത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അടുപ്പം തറയൊക്കെ അപ്പം തന്നെ കൈയോടെ വൃത്തിയാക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മടിയൊന്നും ഉണ്ടാകില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അങ്ങനെ ചോറും കറിയൊക്കെ ആയി അടുപ്പത്തെ പണികളും കഴിഞ്ഞു. പാത്രം കഴുകും അടുപ്പം തറ വൃത്തിയാക്കലും എല്ലാം ഒരുമിച്ച് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് മീനെ ഞാൻ ചട്ടി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടും തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, അടുപ്പത്തു നിന്ന് മാറിയതെങ്ങാണ്ട് ചട്ടി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അടുത്ത ചട്ടി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. തോരൻ ഇട്ട് കൊടുക്കാനായിട്ട് അടുത്ത ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. കുറച്ച് തോരൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. വൈകുന്നേരം മാത്രമല്ലേ. ഉച്ചക്കത്തേക്കാണ് ഉണ്ടാക്കണമെങ്കിൽ വൈകുന്നേരത്തേക്കും ഉച്ചക്കത്തേക്കും കൂടെ 2 നേരത്തേക്കുള്ളത് ഉണ്ടാക്കും. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് വൈകുന്നേരത്തേക്ക് ഒരു നേരത്തേക്ക് മാത്രം മതി കേട്ടോ. ചായയുടെ കടിയും ചോറും കറികളും എല്ലാം ഉണ്ടാക്കിയപ്പോൾ തന്നെ അടുപ്പിൽ അത്യാവശ്യം നല്ല കനലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് എനിക്ക് വിറകിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. തീക്കനലിൽ തന്നെ ഇരുന്ന് കണ്ട് തോരനായിക്കോളൂ കേട്ടോ. പിന്നെ അതിനിടയിൽ നമ്മൾ മീൻകറി ഒന്ന് കാണിച്ചത് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മുകളിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഏകദേശം ഒരു 6:30 ആ സമയമായിട്ടുള്ളൂ. പക്ഷേ ശരിക്കും മഴക്കാറുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ട് കയറി കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കോഴി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കൂട് അടക്കാനായിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ കോഴിക്കൂടൊക്കെ അടച്ചു. ഒരു സമയത്ത് പുറത്തുള്ളൊരു ചെറിയ വ്യൂ പകർത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ ഒരു മോർണിംഗിൻ്റെ റൂട്ടീനൊക്കെയാണ് കാണിക്കാറ്. അപ്പോൾ ഇന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. രാത്രിക്കൽ ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. മീൻകറിയും ബീൻസ് തോരനും പിന്നെ അതേപോലെ തന്നെ ചോറൊക്കെയാണ് കേട്ടോ ഇന്ന് രാത്രി കഴിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ തേങ്ങ അരച്ച കറി നമ്മൾ തേങ്ങ അരച്ചു എന്ന് അറിയ പോലും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് തേങ്ങയുടെ ഒരംശം പോലും തവിയിലൊന്നും തടയണ പോലും ഇല്ല കേട്ടോ. കുറച്ച് തേങ്ങ മുളക് ചാറ് വയ്ക്കും പോലെ തന്നെ നമ്മളിങ്ങനെ കറി വെച്ച് കഴിഞ്ഞ് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ കുറുകിയിരിക്കും പോലെ നമുക്ക് തോന്നുകയും ചെയ്യും കേട്ടോ കറി. ഞാൻ കൂടുതൽ സമയത്തും മീൻകറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ മീൻകറി ചെയ്യാറ്. പിന്നെ ഞാൻ ഇത്താടെ അടുത്ത് പോയ സമയത്ത് അവിടെ നല്ല ചുമക്കണ മൈലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ചു കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അതൊന്ന് അരച്ചെടുത്തു കേട്ടോ. രാത്രിയിലിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചുമക്കൂല. അപ്പോൾ അത് വിചാരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചുമക്കണ മൈലാഞ്ചിയാണ്. വേറെ ഒന്നും ചേർക്കണ്ടിട്ട് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ടതൊന്ന് അരച്ചെടുത്തു. പക്ഷേ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. മിക്സിയിലൊന്ന് അരയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരയാത്ത കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ശകലം വെള്ളം അധികമായി തോന്നി. പക്ഷേ ഉണങ്ങിയെടുക്കാൻ കുറച്ച് താമസം ഉണ്ടായി കേട്ടോ. നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറ് ഇന്നലൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇട്ടു കേട്ടോ. അപ്പം നമ്മൾ കിടക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകില്ല. അപ്പോഴത്തേക്കും ശരിക്കും ഉണങ്ങിക്കോളും എന്ന് വിചാരിച്ചാണ് കേട്ടോ നേരത്തെ ഇട്ടത്. പിന്നെ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലുള്ള കാരണം കയ്യിൽ കൂടെ ഇങ്ങനെ വെള്ളം കുറേശ്ശെ ഒഴുകി വരികയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഫാനിട്ടിരുന്നപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങി, വെള്ളമൊക്കെ വലിഞ്ഞ് പെട്ടെന്ന് തുടങ്ങി കേട്ടോ. പിന്നെ കയ്യിൽ മൈലാഞ്ചിട്ട് കിടക്കുന്ന ദിവസം ഒരു സമാധാനമില്ലാത്ത ഉറക്കമായിരിക്കും കേട്ടോ. മൈലാഞ്ചി പോകാനും പാടില്ല, ഉറങ്ങുകയും വേണം. അപ്പോൾ ആ ഒരു ഉറക്കമായിരിക്കും കേട്ടോ. രാവിലെ എണീച്ച് വന്നിട്ട് ഞാൻ കൈ കഴുകി കളയുന്ന ഒരു വീഡിയോയും കൂടെ പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ചുമന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഓറഞ്ച് കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ വേണമെങ്കിൽ വൈകുന്നേരം ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ഞാൻ അരക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നന്നായിട്ട് കളർ കയറി വന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ മൈലാഞ്ചിയുടെ ആ ഒരു ശരിക്കും പിറ്റേ ദിവസത്തേക്ക് വന്നേക്കണ ആ കളറും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫോട്ടോയായിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. പിന്നെ അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.